എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെടുത്തിയത് ഹീറോയിനും ലീയും കൂടി ആണെങ്കിൽ കുറച്ച് ബുക്സ് ഒക്കെ ആണെങ്കിൽ ലൈബ്രറി വന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഇവരെവിടെയോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷെന്നു ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവില്ലേ. ഇവനിങ്ങനെ ഫോളോ ചെയ്തത് മിൻഹു ആണെങ്കിൽ കയ്യോട് പൊക്കിയിട്ട് നീ എന്തിവിടെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഞാനും കുറച്ച് ബുക്സ് ഒക്കെ തപ്പാൻ വന്നതെന്ന് അവൻ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ ഷെന്നിനെ പിടിച്ചുകൊണ്ട് ലീൻ്റെ അടുത്ത് വന്ന് അന്ന് ഇവൻ കാരണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനെ ചോറി വയ്ക്കുന്നു. പക്ഷേ ഇവനെൻ്റെ ബോയ് ഫ്രണ്ട് അന്ന് പരിചയപ്പെടുത്തിയത് ലീയോ ആണെങ്കിൽ ചിരിക്കുക. ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞത് ഷെന്നാണെങ്കിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. ലീവ് പറയുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങളുടെ ആ പ്രൊജക്റ്റ് ഓക്കെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ആ പ്രൊജക്റ്റ് നല്ലതായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഷെന്നും ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നാൽ മിൻഹു നീ എന്ത് കൂളാണ്, എങ്ങനെ അവനോട് പോയിട്ട് ആൻസർ പറഞ്ഞ് ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നല്ലോ പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഹീറോയിനും അതൊക്കെ പോട്ടെ, നീ വിഷയം മാറ്റാൻ നോക്കണ്ട, എന്നെ സംശയമുള്ളത് കൊണ്ടല്ലേ നീ എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തി നോക്കുമ്പോൾ ഷെന്നും പറയാണ് എനിക്ക് നിന്റെ മേലൊന്നും ഡൗട്ടില്ല, പക്ഷെ ആ ലീയുടെ മേല എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നൊക്കെ മറ്റുള്ളവർ കണ്ടിട്ട് ചിരിക്കുക കേട്ടോ. അതേസമയം ശൂഷയാണെങ്കിൽ ഒരു പാർട്ടിയിൽ ഇരിക്കുക, അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ പറയുക സോറിയുടെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ഇവക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പൊ അവളുടെ അടുത്താണെങ്കിൽ ഒരുത്തം വന്നിട്ട് എന്താ കൂടെ ആരും ഇല്ലെങ്കിൽ ഞാൻ നിൽക്കാട്ടോ നിന്റെ കൂടെ പാർട്ടിയിൽ എന്നൊക്കെ പറയുമ്പോൾ സുഷിയാണെങ്കിൽ അവിടുന്ന് മാറി നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവനാണെങ്കിൽ കയ്യിലെല്ലാം പിടിക്കുക. കറക്റ്റ് ടൈമിൽ ഗുവയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് നീ വെറുതെ ശല്യപ്പെടുത്തണ്ട, ഞാൻ ഇവളുടെ കൂടെ പാർട്ടിക്ക് വന്നേക്കുന്ന ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ശോഷി ഇത് കേട്ടതും നീ എൻ്റെ ഹീറോ ആവാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുക. അതൊന്നും നമ്മൾ ഗുവ ശ്രദ്ധിക്കാതെ അവനോടാണെങ്കിൽ ഞാനിവിടെ വന്നില്ലേ ഇനി നിന്റെ ആവശ്യമില്ല നീ ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണേ എന്നാ പിന്നെ നമുക്കൊന്ന് ഡ്രിങ്ക്സ് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കിയതും കുവി ഓക്കെ പറഞ്ഞിട്ട് അവനൊന്ന് സംശയിച്ചാണ് കുടിക്കുന്നതെങ്കിലും നമ്മുടെ ശുഷിയാണെങ്കിൽ തടയോ ഇതൊന്നും കുടിക്കലെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവള് പറയുന്നൊന്നും ഗുവയാണെങ്കിൽ വലുതായിട്ട് മൈൻഡ് ആക്കാതെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുഷിയുടെ അടുത്താണെങ്കിൽ പെട്ടെന്ന് അവൻ വന്നിട്ട് പറയാണ് ഞാൻ എങ്ങനെ എന്റെ സ്നേഹം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല, 5 വർഷമായിട്ട് എനിക്ക് മിൻഹുവിന്റെ മേലൊരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ലവ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുമായിരുന്നു ഇത്രയും നാള്. പക്ഷെ നീ എന്റെ മുന്നിൽ വന്നപ്പോൾ തൊട്ടാണ് പ്രണയം എന്താന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എത്ര പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്ന ഒരാളല്ല, എല്ലാം അവസാനമായിരിക്കും തിരിച്ചറിയുന്നത്. അത് തന്നെയാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയത്, പ്ലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവളൊന്നും മിണ്ടാതെ എന്താ പറയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും കുടിച്ചോണ്ടിരിക്കും. സുഷി എനിക്ക് ഇതൊന്നും കുടിക്കലെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞ് തടയുമ്പോഴത്തേക്കിനും അവൻ വീണ്ടും പറയാണ് സുഷി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, എനിക്ക് മിനുവിന്റെ മേലുള്ള സ്നേഹമൊന്നും അല്ലായിരുന്നു, നിന്റെ മേലാണെങ്കിൽ ലവ്, പ്ലീസ് ഒന്ന് മനസ്സിലാക്കുന്നു പോലുണ്ട്. 2 ഗ്ലാസ് കുടിച്ചതേ ഉള്ളായിരുന്നു, അപ്പോഴത്തേക്കിനും ബോധം കെട്ട് അവളുടെ മണ്ടയ്ക്ക് തന്നെ വീഴുകയും ചെയ്യും. ഇനിയിപ്പോ വീട്ടിൽ കൊണ്ട് കിടത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് സുഷിയാണെങ്കിൽ അവനെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് ഇവള് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും ഗുവയാണെങ്കിൽ സുഷിയുടെ കൈ പിടിച്ചിട്ട് എങ്ങനെയാ ഞാൻ എന്റെ സ്നേഹം നിന്നെ മനസ്സിലാക്കിപ്പിക്കണ്ടേന്ന് എനിക്ക് ഇതുവരെ അറിയില്ല സുഷി, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് വീണ്ടും പറയുന്നതായിട്ട് സുഷിയാണെങ്കിൽ പറയുക നീ ഇപ്പൊ കുടിച്ചു നിന്നിട്ട് ബോധമില്ലാതിരിക്കല്ലേ, ഞാനിപ്പോ പറയുന്ന കാര്യം നാളെ നിനക്ക് ഓർമ്മ കിട്ടുവാണെങ്കിൽ അത് നിന്റെ ഭാഗ്യം വെച്ചോ. എന്താണെന്നറിയോ, നീ എൻ്റെ അടുത്ത് നാളെ റോസും കൊണ്ട് വരുന്ന എന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്നെ ഓക്കെ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമൊന്നും നാളെ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ വിധി തന്നെ നമ്മൾ ഒന്നായി ഇരിക്കേണ്ടെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും. മിനിയും ഷെന്നും കൂടെ ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് ആ മേമയെന്ന് പറഞ്ഞ പെങ്കുച്ചില്ലേ പെട്ടെന്ന് ഇവരുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞതും അവൾ വീട്ടിൽ കൊണ്ടിരുത്തുക. ആ ഷിഫയാണെങ്കിൽ ഒരു ഡിവൈസ് കൊടുത്തില്ലായിരുന്നു മിനിയുടെ അടുത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതാണെങ്കിൽ അവളിപ്പോൾ എടുത്തു കാണിച്ചിട്ട് ഇത് അവൻ വെക്കാൻ തന്നു വിട്ടാന്ന് പറയുമ്പോൾ മിനിയും എന്നിട്ട് നീ എന്താ അവനോട് പറഞ്ഞെന്ന് വെക്കുമ്പോൾ മേമയാണെങ്കിൽ ഞാൻ അവനോട് അപ്പോൾ ഓക്കെ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ അവനോട് ഓക്കെ പറഞ്ഞു ഈ ഡിവൈസ് നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കാതെ പറഞ്ഞേ എന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ എന്തായാലും നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്, എന്നോടിപ്പോൾ ഈ സത്യം പറയുകയെങ്കിലും ചെയ്തല്ലോ, എന്തായാലും നമുക്ക് അവനിട്ട് പണി കൊടുക്കാം, നമുക്ക് പണി തന്നാ നോക്കിയതല്ലേ അപ്പൊ തിരിച്ചൊന്ന് കൊടുക്കാന്ന് പറയുമ്പോൾ ഷെന്നു പറയുക അതേ മിനിയോ നമ്മുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനല്ലേ ആ ശ്രമിച്ചത്, അപ്പൊ നമ്മളായിട്ട് തന്നെ അവന് കുറച്ച് തെളിവൊക്കെ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവരെന്തോ പ്ലാൻ ചെയ്യുക. മേമ അവിടുന്ന് പോയത് നമ്മുടെ ഹീറോയിനും പറയുകയാണ് ആ ചെങ്ങായിരിക്കും ഷിഫയുടെ കയ്യിൽ ആ ഡിവൈസ് കൊടുത്തു വിട്ട് എൻ്റെ കയ്യിൽ എത്തിക്കാൻ അവൻ മേമേനെ കൊണ്ട് പറയിപ്പിച്ച് എന്തായിരിക്കും അവൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ ചെങ്ങായി ഇതെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം നമ്മൾ ഈ കമ്പനി വാങ്ങിക്കാൻ പോകുന്ന കാര്യം അവനും അറിയാം, നമ്മളെക്കാട്ടിലും മുന്നേ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും റേറ്റ് കൊടുത്ത് അവൻ ഈ കമ്പനി വാങ്ങിക്കാനായിരിക്കും പ്ലാൻ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ മുന്നിൽ നമുക്കൊന്ന് അഭിനയിപ്പിക്കാം, ഈ ഡിവൈസ് വഴി നിങ്ങളെ ഇത്ര വില കൊടുത്തിട്ട് ആ
കമ്പനി വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറ. അപ്പൊ നമ്മളെക്കാട്ടിലും റേറ്റ് കൂട്ടി അവൻ അത് വാങ്ങിച്ചോളും എന്ന് പറയാണ്. അതായത് ഇപ്പൊ മിൻഹ്യൊക്കെ ആണെങ്കിൽ 1.2 ബില്യൺ കൊടുത്തിട്ട് ആ കമ്പനി വാങ്ങിക്കുന്ന രീതിയിൽ ചെങ്ങിന്റെ മുന്നിലേക്ക് ഒന്ന് അഭിനയിക്കും. അപ്പൊ ചെങ്ങൊക്കെ വിചാരിക്കും ഇവര് ശരിക്കും ആ തുക കൊടുത്തിട്ടായിരിക്കും വാങ്ങിക്കാൻ പോകുന്നതെന്നാണല്ലോ. അപ്പൊ ഇവരെക്കാട്ടിലും കുറച്ചും കൂടി റേറ്റ് കൂട്ടി അവൻ വാങ്ങിച്ചെങ്കിലും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പ്ലാൻ ചെയ്തേക്കുന്ന വേറെ വലിയ തുകയായിരിക്കും. അങ്ങനെ ഇവർക്ക് ആ കമ്പനി സ്വന്തമാക്കാന്നാണ് ഇവരിപ്പോ പ്ലാൻ ഇട്ടേക്കുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഗവൺമെന്റ് അടുത്ത് ഹീറോയിന്റെ പ്ലാൻ ഒക്കെ പറയുന്നുണ്ട്. ആദ്യം മേമേ നീ പോയിട്ട് ആ ഷിഫയുടെ അടുത്ത് ഈ ഡിവൈസ് മിൻഹുവിന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോയി പറയാന്ന് പറഞ്ഞു. മേമി ഷിഫയുടെ അടുത്തിട്ട് വന്ന് പറയാട്ടോ അവൾ അറിയാതെ ആ ഡിവൈസ് അവളുടെ ഓഫീസിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഷിഫയ്ക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര സന്തോഷമാണ്. അന്ന പിന്നെ അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിനും ഗൗമിയാണെങ്കിൽ 1 2 3 എന്ന് പറയുമ്പോൾ ഡ്രാമ തുടങ്ങിക്കോളൂ എന്നിട്ട് ആ ഡിവൈസ് ആണെങ്കിൽ ഓണാക്കിയതും ഗൗമിയാണെങ്കിൽ എന്നാ പിന്നെ നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ച പോലെ തന്നെ 1.2 ബില്യൺ ഡോളറിന് നമുക്ക് ഈ കമ്പനി വാങ്ങിക്കാല്ലേ എന്ന് പറയുമ്പോൾ മിൻഹ്യോ ആണെങ്കിൽ എന്നാലും ഇത്ര പൈസ ഒന്നും എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഗൗമി പേടിക്കണ്ട നമുക്ക് ലോണൊക്കെ എടുക്കാം എങ്ങനെയെങ്കിലും കമ്പനി വാങ്ങിക്കാം. എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ചെങ്ങ് എന്തായാലും നമ്മളെക്കാട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് ഈ കമ്പനി വാങ്ങിക്കാൻ നോക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ കമ്പനി സ്വന്തമാക്കാന്നൊക്കെ ഇവരെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുക കേട്ടോ. ഇതൊന്നും മനസ്സിലാക്കാത്ത ഷിഫയാണെങ്കിൽ ഓ അവർ ഇത്രയും രൂപ കൊടുത്താണോ ആ കമ്പനി വാങ്ങിക്കാൻ പോന്നേ എന്ന് ചിന്തിച്ചിട്ട് അപ്പൊ തന്നെ ഈ കാര്യമാണെങ്കിൽ ചെങ്ങിനെ അറിയിക്കുന്നുണ്ടെങ്കിലും ചെങ്ങ് അത്ര മണ്ടനൊന്നുമില്ല കേട്ടോ. അവനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുക അവര് 1.2 ബില്യൺ ഇത് വാങ്ങിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റ് റേറ്റ് തന്നെ ആ കമ്പനിക്ക് 1.3 ബില്യൺ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും ഞാൻ ആ കമ്പനി സ്വന്തമാക്കിയേക്കും. എന്റെ കമ്പനിയിലുള്ള എല്ലാ ഫണ്ടും ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഞാൻ അത് സ്വന്തമാക്കും എന്നൊക്കെയാണ് ഇവൻ തീരുമാനിച്ചേക്കുന്നത്. ശുഷിയാണെങ്കിൽ അതേസമയം ഡാൻസ് ഒക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബായൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണെങ്കിൽ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവുക. എന്താ സംഭവിക്കുന്നതായിട്ട് അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഗോവയാണെങ്കിൽ കുറച്ച് റൂസ് എടുത്തുകൊണ്ട് അവളുടെ മുന്നിൽ വന്നതും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പൊ അവനും ഇന്നലെ പറഞ്ഞെന്താ ഞാൻ മറന്നെന്നാണ് വിചാരിച്ചേ. എന്റെ ലവിന് ഓക്കെ പറയാന്ന് പറയില്ലായിരുന്നു. ഇന്നലെ നീ പറഞ്ഞതേക്ക് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ റോസും കൊണ്ട് വന്ന അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുമ്പോ അവളാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാതിരിക്കുമ്പോ ഗോവയും പറയുക സുഷി നീ എന്നെ ഒന്നും വിശ്വസിക്കുക എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ മാത്രം എനിക്ക് ഒരു ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്റെ രാജകുമാരിനെ പോയി നോക്കിക്കോളാം എന്നൊക്കെ കുറച്ച് ഡയലോഗ് അടിച്ചത് സുഷിയും കരഞ്ഞുകൊണ്ട് ഇപ്പൊ മുതൽ ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ പറയാൻ പഠിച്ചത് വെക്കുമ്പോ സത്യമായിട്ട് ഇത് ഞാൻ മനസ്സോർന്ന് പറയുന്നതാന്ന് പറഞ്ഞതും നമ്മുടെ സുഷിയും അവന്റെ ലവിന് ഓക്കെ പറയാട്ടോ. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും പ്രശ്നമൊക്കെ തീർന്നിട്ട് ഇപ്പൊ ഒന്നാവുക. ഇപ്പൊ അടുത്ത ദിവസം മിൻഹ്യൊക്കെ വർക്ക് ചെയ്യുന്ന ആ കമ്പനി ആണെങ്കിൽ ലേലത്തിൽ വിടാൻ വേണ്ടി പോവാണ്. അവിടെയുള്ള ആളും പറയാണ് ഏറ്റവും കൂടുതൽ തുക ആരാണ് കൊടുത്തേക്കുന്നത് അവർക്കായിരിക്കും ഈ കമ്പനി സ്വന്തമാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നും ഗാവുമി മിൻഹ്യൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് കിട്ടുള്ളൂ അത്രയൊക്കെ പ്ലാൻ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല ആത്മവിശ്വാസത്തിലിരിക്കുമ്പോഴത്തേക്കിനും അവിടെ ഉള്ളവൻ എന്താ പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തേക്കുന്നത് ചെങ്ങാണ്. അതുകൊണ്ട് അവർക്കാണ് ഈ കമ്പനി കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞതും ഷെന്നിനും മിൻഹ്യോനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവർ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും അതെങ്ങനെ ഫ്ലോപ്പ് ആയെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അതിന്റെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഷിഫ അവിടേക്ക് വന്ന് എന്താ മിൻഹ്യോ നല്ല കൺഫ്യൂഷനിലാന്ന് തോന്നുന്നു എവിടെയാ തെറ്റുപറ്റിയെന്ന് നിനക്ക് അറിയത്തില്ലേന്ന് വെക്കുമ്പോ അങ്ങനെയാ വിചാരിക്കുന്നെങ്കിൽ നിനക്കിപ്പോ എന്താ വേണ്ട നീ ഇവിടുന്ന് പൊയ്ക്കെന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ. ഞാനാണ് ഇനി ഈ ഓഫീസിലെ MD ആയിട്ടുള്ളത്. നീ എനിക്ക് എന്റെ കീഴിലാണ്. എന്തൊക്കെ ഞാൻ ചെയ്യുന്ന അറിയാലോ. എന്നെ കണ്ട് വല്ല പേടിയുണ്ടോ എന്ന് വെക്കുമ്പോഴത്തേക്കിനും മിനിയോ ആണെങ്കിൽ ഇത് നിന്നെ കണ്ട് പേടിയോന്ന് പറഞ്ഞിട്ട് അവളങ്ങ് അവന്റെ മുന്നിലോട്ട് പോകുന്നതിന് മുമ്പേ ഹീറോ ആണെങ്കിൽ എണീച്ചൊന്ന് നടന്നതേ ഉള്ളൂ. ഇവനെ കണ്ടത് ഷിഫി ആണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം ഇവന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയതാണല്ലോ. ആ ചൂട് ഇപ്പോഴും ഉള്ളതുകൊണ്ട് അവനങ്ങ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ചെങ്ങാണെങ്കിൽ ഇപ്പൊ അവന്റെ സ്വന്തം കമ്പനിയിലാട്ടോ നിൽക്കുന്നത്. അപ്പൊ അവന്റെ വൈഫിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് കുറച്ച് പരാതിയൊക്കെ പറയുന്നുണ്ട്. നീ എന്നാലും എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നമ്മുടെ കമ്പനി ഫണ്ട്സ് ഒക്കെ എങ്ങനെയാ മിൻഹ്യോ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് അതത്ര നന്നായിട്ട് എനിക്ക് തോന്നില്ല. അതുപോലെ നമ്മുടെ കമ്പനി പേരും വെച്ചിട്ട് നീ പല ലോൺസ് വരെ എടുത്തിട്ട് പറയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ എല്ലാ കമ്പനി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലൊരു കമ്പനിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാലും നമ്മുടെ ഫണ്ട്സ് ഒക്കെ കൊടുത്ത് അത് വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും ചിങ്ങു പറയുക നിങ്ങൾ തന്നെയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഒരു യുദ്ധം വരുമ്പോ ഒരിക്കലും തോക്കാൻ പാടില്ല ജയിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാന്ന് അത് തന്നെ ഞാൻ ഇവിടെയും ചെയ്തേക്കുന്നതിനൊക്കെ പറയുമ്പോഴത്തേക്കിനും അയാൾ പറയാണ് ഇപ്പൊ എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിനും വൈഫായിട്ട് തന്നെ പറയാണ് ഇപ്പൊ അച്ഛനെ തീരെ വയ്യ അതുകൊണ്ട് ഇന്ന് തന്നെ റിട്ടയർഡ് ആവാൻ പോവാ നീയാണ് ഇനി മുതൽ ഇവിടുത്തെ ചെയർമാനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതും ചെങ്ങിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവുക. കാരണം ഒരേ ടൈമില്
അവന് സ്വന്തമായിട്ടൊരു കമ്പനിയും കിട്ടി, പിന്നെ മിനിഹ്യൂൻ ഒക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി ഇപ്പൊ സ്വന്തമാക്കിയില്ലേ. അതിന്റെ ഇരട്ടി സന്തോഷത്തില് അവന്റെ വൈഫിന്റെ അച്ഛനോടാണെങ്കിൽ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് ഈ കമ്പനി തന്നതിൽ താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങേരും അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി, കമ്പനി നന്നായിട്ട് നോക്കിക്കോണേ, ഒന്നും വരുത്തിയേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇവർ രണ്ടുപേരും അവിടുന്ന് പോയ ടൈമിൽ തന്നെ ഷൂയി ആണെങ്കിൽ അവിടേക്ക് വരുവാ. അവള് വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ആ ഷിഫ പറഞ്ഞ പോലെ 1.2 ബില്യൺ എങ്ങാനാ നമ്മൾ ആ കമ്പനി വാങ്ങിച്ച് ശ്രമിച്ചതെങ്കിൽ എന്തായാലും നമുക്ക് ആ കമ്പനി സ്വന്താക്കാൻ പറ്റില്ലായിരുന്നു. അവസാന ടൈം നീ അവിടെ ഉള്ളവർക്ക് കൈക്കൂലി കൊടുത്തോണ്ടാണ് ആ കമ്പനി ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കിനും അവനും ഓ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ ഇവള് സംസാരിക്കുന്നതിനോടൊന്നും. അപ്പൊ അവളാണെങ്കിൽ നീ പറഞ്ഞ പോലെ വലുതായിട്ടൊന്നും നിനക്ക് അതിൽ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, സോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ അതിലൊന്നും കുഴപ്പമില്ല, നീ നിന്റെ ബെസ്റ്റ് ചെയ്തില്ല, അത് മതി. അതുപോലെ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, നിന്നെ ഈ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നിട്ട് അവൾ ഓടിച്ചു വിടാൻ ശ്രമിക്കുക കേട്ടോ. ഇവന് എല്ലാ അധികാരവും കിട്ടിയപ്പോൾ നൈസായിട്ട് പെണ്ണിനെ തേക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവൾക്ക് തന്നെ വ്യക്തമാകുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്യും. മിനിഹു ആണെങ്കിൽ അതേസമയം ഇവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക കേട്ടോ. ആ കമ്പനി ഇപ്പൊ ആ ചെങ്ങിന്റെ അടുത്തല്ലേ ഉള്ളത്. അപ്പൊ ഈ ഹീറോ വന്നിട്ട് ഇനിയിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ എന്തായാലും ചെങ്ങ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തായാലും റിസൈൻ ചെയ്യാനാണ് തീരുമാനിച്ചേക്കെന്ന് പറയുമ്പോ ഓ അത് നല്ല കാര്യം തന്നെയാണ്, നമുക്കെന്താ സ്വന്തമായിട്ട് കമ്പനിയല്ലേ, നീ എന്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും മിനിഹുവിനാണെങ്കിൽ അതിന് ഒട്ടും താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട്, അതും വെച്ച് ഏത് കമ്പനിയിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നിന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അവനും നിന്റെ ഇഷ്ടം പോലെ നീ എന്താന്ന് വെച്ച് ചെയ്തെന്ന് പറയാം കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ റിസൈൻ ലെറ്റർ ഒക്കെ എഴുതിയിട്ട് ഓഫീസിലോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞു ചെന്നും കൂടി ആണെങ്കിൽ ഇവളൊന്ന് ചെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്തായാലും ഞാൻ നന്നായിട്ട് ഇത് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറയുക. എന്നിട്ട് ഇവളെ കമ്പനിയുടെ മുന്നിൽ വിടുമ്പോഴത്തേക്കിനും വീണ്ടും ഷെന്നാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നേരെ കമ്പനിയിലോട്ട് കയറുമ്പോഴത്തേക്കിനും ചുറ്റുമുള്ളവരൊക്കെ കൂടിയിട്ട് നമ്മുടെ കമ്പനി ആ ചെങ്ങാണോ വാങ്ങിയ മേഡം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് കാണിക്കുക ആരും തന്നെ പേടിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് നന്നായിട്ട് ചെയ്തോ, അവൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് അവൾ അകത്തോട്ട് പോകുമ്പോഴത്തേക്കിന് ഗൗമിയോട് വന്നിട്ട് നീ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ, അതിനുള്ള ലെറ്റർ ഞാൻ കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ എന്നാ പിന്നെ ഞാനും ഒഴിയാന്ന് ഗൗമി പറയുമ്പോഴത്തേക്കിന് മിനിഹ ഇത് കേട്ടത് നീ എന്തിനും ഒഴിയുന്നത്, നീ ഇവിടെ വർക്ക് ചെയ്യുന്ന നല്ല ഒരാളാണ്, നീ ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ ഇവിടെ തന്നെ വർക്ക് ചെയ്യണം. ഞാനും ചെങ്ങിന്റെ ഇടയിൽ പണ്ടേ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അവന്റെ കൂടെ എനിക്കിനി വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ നീ നല്ലൊരു ലീഡറായിട്ട് ഇവിടെ ഉണ്ടാവണം എന്ന് പറയുക കേട്ടോ. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് അടുത്ത് എത്രയും പെട്ടെന്ന് ആ ചെങ്ങിന്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണില്ലേ അവന്റെ അഫെയർ ആ ഷൂയി അവിടെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നീ എടുക്കണം എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇത് ബോസിന് വേണ്ടിയിട്ടാണോ മിനിഹുവിന് വേണ്ടിയിട്ടാണോ അവനോട് പ്രതികാരം ചെയ്യുന്നത് നോക്കുക, ആ രണ്ടിനും വേണ്ടിയാന്ന് നീ അങ്ങ് കൂട്ടിക്കോ എന്ന് പറയുകയാണേ. അപ്പൊ അസിസ്റ്റന്റ് വരെയാണെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ട്, മാമിനെ ഇവിടേക്ക് അങ്ങ് വർക്ക് ചെയ്യാൻ കൊണ്ടുവന്നാൽ പോരെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അത് ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞതാ, അവൾക്ക് കഴിവുണ്ട്, അവള് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തോളെന്നാ പറഞ്ഞേ, അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുക. അതേസമയം മിനിഹു ആണെങ്കിൽ ചെങ്ങിന്റെ അടുത്ത് റിസൈൻ ലെറ്റർ കൊണ്ട് കൊടുക്കുക, അവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ, നീ എന്തായാലും ഇവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് അറിയുമ്പോൾ മിനിഹു അതും കേൾക്കാതെ അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ പോയാൽ എങ്ങനെ ശരിയാവുക, നീ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫീസിലുള്ള എല്ലാവരെയും ഞാൻ നന്നായിട്ട് എന്നെ ടോർച്ചർ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഗർഭിണിയായ ഒരു പെണ്ണ് വർക്ക് ചെയ്യുന്നില്ലേ, അവൾക്ക് കുഞ്ഞുണ്ടായ അതേ നിമിഷം തന്നെ ഞാൻ അവളെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. അതേപോലെ തന്നെ കുറെ പാരന്റ്സ് ഇവിടെയില്ല, അവളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന പ്രായമല്ലേ, ഇവരുടെ എല്ലാം കുട്ടികൾക്ക് ഫീസ് കെട്ടാൻ ടൈം ആകുമ്പോൾ അവരെയും ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഓവർ ടൈം കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ച് ഞാൻ കൊല്ലും. നീ ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഉള്ളവരെ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ലേ നല്ലതെന്ന് ഇവനാണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക കേട്ടോ. മിനിഹുവിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹീറോയിൻ അത് കേട്ട് ഒരുമാതിരി ആവും കേട്ടോ, കാരണം അവൾ പോയാലും പോയില്ലെങ്കിലും എന്തായാലും ഇവളൊന്നെങ്കിൽ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവളുടെ പേരിൽ മറ്റുള്ളവർ ഇവൻ ദ്രോഹിക്കത്തില്ലേ, ഏതായാലും തനിക്ക് തന്നെ എല്ലാം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവളാണെങ്കിൽ റിസൈൻ ലെറ്റർ തിരിച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് പോവാ കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഷെന്നാണെങ്കിൽ നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ നോക്കിയപ്പോ എന്റെ പൊന്നെ ഞാൻ ഭയങ്കര ബിസിയായി നിന്ന് വെച്ചിട്ട് പോയത് വന്നിട്ട് അവള് കോള് കട്ടാക്കിയതും എന്താണെന്ന് ചോദിക്കെങ്കിലും ചെയ്യായിരുന്നു, അതിനു മുമ്പ് കോള് കട്ടാക്കിയല്ലോ എന്നിട്ട് ഇവൻ വിഷമിച്ചിരിക്കുമ്പോ മേമയില്ലേ അവളവിടെ വന്നിട്ട് നിങ്ങൾ പോവാണ് മിനിഹു എന്ന് ചോദിക്കുമ്പോൾ
ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയാ എന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും പറയുമ്പോൾ ഹീറോയിന് പറഞ്ഞു കൊടുക്കുക, ഒരു കഷ്ടമില്ല, ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിന്നെ രക്ഷിക്കാൻ എപ്പോഴും നീ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ആലോചിച്ചിട്ട് വേണം കേട്ടോ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിൻ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ നിന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പ് താമസിച്ചില്ലായിരുന്നു, മിൻഹിയൊക്കെ ആ അപ്പാർട്ട്മെന്റിലോട്ടാണ് കൊണ്ടുവരുക. ഇതാണോ നിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം? ഏതായാലും നമുക്ക് ഇങ്ങോട്ട് കയറൊന്നും വേണ്ട, ഇപ്പൊ വേറെ ആൾക്കാരല്ലേ വീട് വാങ്ങിച്ചേക്കുന്നേ എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഥക് തുറക്കാൻ പോകുമ്പോ മിൻഹിയോ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്, മറ്റുള്ളവർ താമസിക്കുന്ന എടുത്തിട്ട് എങ്ങനെ നിനക്ക് ഇങ്ങനെ കയറാൻ തോന്നേ എന്നൊക്കെ പറയുമ്പോ മിൻഹു ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ എന്നിട്ട് ഇവനാണെങ്കിൽ അതങ്ങ് തുറക്കുക. തുറന്നു നോക്കുമ്പോ അകത്തെങ്ങ് ആരും ഉണ്ടാവില്ല. മിൻഹു ആണെങ്കിൽ ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഇതിപ്പോഴും നമ്മുടെ സ്വന്തം വീട് തന്നെയാന്ന് പറഞ്ഞത്. മിൻഹു ആണെങ്കിൽ എന്താ ഇത് നമ്മുടെ സ്വന്തം വീടാന്നോ, അപ്പൊ ഇത് വാങ്ങിച്ചത് നീയാണോ നോക്കുമ്പോ ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. അന്നൊരു ദിവസം നമ്മുടെ കുബേര അടുത്ത് ഇവൻ എന്തോ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, അത് ഇതായിരിക്കും കേട്ടോ. ഇവനാണ് മിൻഹുവിന് വേണ്ടിയിട്ട് ഈ വീട് തന്നെ ഏർപ്പാടാക്കി വാങ്ങിച്ചത്, അവൾ അറിയാതെ. ഇതൊക്കെ അറിഞ്ഞത് മിൻഹുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. ഈ വീടന്ന് വിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. പക്ഷെ നീ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം സന്തോഷങ്ങളൊക്കെ കിട്ടിയത്. പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും അതെ അതെ നീ ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും മിൻഹു ആണെങ്കിൽ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് അതിനൊക്കെ സോറി ചോദിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തതിനെ താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനാണെങ്കിൽ നീ എൻ്റെ അടുത്ത് താങ്ക്സ് എന്നും പറഞ്ഞിട്ട് ഒരാവശ്യമില്ല, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പോഴും ഉണ്ടാവും നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞോടിക്കുമ്പോൾ മിൻഹുവിനാണെങ്കിൽ വിശക്കുന്നുണ്ട് തോന്നുന്നു. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് വയറ്റിന്ന്. ഇത് കേട്ടതവനാണെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ നോക്കിയപ്പോൾ ഉണ്ടാക്കിയൊക്കെ നമുക്ക് പിന്നീട് കഴിക്കാം, അതിനു മുമ്പ് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഒരിടത്തേക്ക് വന്നേക്കുക. നിന്റെ മൈൻഡ് ഇപ്പൊ കൂളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ബോട്ടിൽസ് ഒക്കെ നീ എറിഞ്ഞു പൊട്ടിച്ചോ, അപ്പൊ നല്ല സുഖം കിട്ടും നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിൻഹിയും ഷെന്നു ആണെങ്കിൽ അവിടെയുള്ള ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ പൊട്ടിച്ച് കളിക്കാം കേട്ടോ. അതേസമയം നമ്മുടെ ജൂൺ ആണെങ്കിൽ ഗൗമിയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് ഇത്രയൊക്കെ വിഷമം തോന്നുവാണെങ്കിൽ നീ ഇനി എന്തിനാ കമ്പനി നിൽക്കുന്നത്, നീ റിസൈൻ ചെയ്തിങ്ങ് പോന്നേന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് ആ കമ്പനി വിട്ട് വരാൻ പറ്റില്ല, കാരണം ഇത് വിട്ട് ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന അത്ര വലിയ പൊസിഷനൊന്നും അവിടെ കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ നിൽക്കുന്നതാണ് ബുദ്ധി. അങ്ങനെയൊക്കെ അവള് പറയുമ്പോഴത്തേക്കിനും ജൂൺ ആണെങ്കിൽ നീ എന്തിനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നേ, പകരം നീ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വാ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഒരുമാതിരി നോക്കുക. നീ വിചാരിക്കുന്ന പോലെ നിന്നെ ഞാൻ കല്യാണമൊന്നും കഴിക്കത്തില്ല, നമുക്ക് ഇപ്പൊ ലവേഴ്സ് ആയിട്ട് തന്നെ ഇരിക്കാം, എന്നാലെന്താ എനിക്ക് നിന്നെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുക. ഗൗമിക്ക് സന്തോഷമായിട്ട് അവനിങ്ങനെ ഹഗ് ചെയ്യുക. മിൻഹു ഷെന്നു ആണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നേക്കുക, പക്ഷെ അവിടെ ഇരുന്ന ഷെന്നാണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. മിൻഹു ഇത് കേട്ടതും എന്നാ പിന്നെ ശരി നമുക്ക് വല്ല ആനിമൽസിനെയും പറ്റി കാണാം, അതാകുമ്പോ വല്ല കരച്ചിലൊന്നും വരത്തില്ലെന്ന് പറഞ്ഞിട്ട് കാണാനിരുന്നവളാണെങ്കിൽ പിന്നീട് ഭയങ്കരമായിട്ട് കരയോട്ടോ. എന്നാലും ഈ പാവ മൃഗങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളൊക്കെ അതിന് എന്തോരം ദ്രോഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞതും ഷെന്നാണെങ്കിൽ ശരി ശരി നമുക്ക് സിനിമയെ കണ്ട, നീ ഇങ്ങനെ വിഷമിക്കാതെ എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി വീട്ടിലോട്ട് കൊണ്ടുപോകാട്ടോ. അതേസമയം ചെങ്ങാണെങ്കിൽ അവന്റെ അഫെയറിലുള്ള ഒരു ഷൂ എന്ന് പറഞ്ഞ പെണ്ണിനോടാണെങ്കിൽ പറയുക, നീ ഇനിയും ഇവിടെ തന്നെ നിൽക്കണം എന്നില്ല, നീ എബ്രോഡ് പോയിക്കോ, ഞാൻ അവിടെ നിനക്ക് വേണ്ടിയിട്ട് ഒരു ജോലി സെറ്റാക്കിയിട്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നീ എന്താ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, എന്നെ അവിടെയൊക്കെ പറഞ്ഞു വിട്ടത് നീ നമ്മൾ തമ്മിലുള്ള എല്ലാം തീർന്ന് ബ്രേക്കപ്പ് ചെയ്യാനാണോ പ്ലാൻ നോക്കുമ്പോ, അല്ലാണ്ട് പിന്നെ നീ എന്തിനാ ഇനി ഇവിടെ തന്നെ നിൽക്കുന്നേ, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഡീലിംഗ് ആയിരുന്നു, അതിപ്പോ കഴിഞ്ഞു എന്നങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവക്കാണെങ്കിൽ ഒരുമാതിരി ആവും കേട്ടോ. അവളും പറയുക എന്ത് ഡീലിങ്ങോ, ഞാൻ നിന്നെ ശരിക്കുമാണ് സ്നേഹിച്ചത്, നിനക്ക് വലിയൊരാളായപ്പോഴത്തേക്കിനും നീ എന്നെ ഒഴിവാക്കാൻ നോക്കുക അല്ലേ, ഓക്കെ നീ എന്നെ ഒഴിവാക്കിക്കോ, പക്ഷെ നിനക്കിട്ടുള്ള പണി തന്നിട്ടേ ഞാൻ പോത്തുള്ളൂടാ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ തെളിവ് എന്റെ കയ്യിലുണ്ട്, പോരാഞ്ഞിട്ട് 5 വർഷങ്ങൾക്ക് മുമ്പേ മിൻഹുവിനെ ദ്രോഹിച്ചില്ലായിരുന്നോ, അതിന്റെ ഫുൾട്ടേജ് വരെ എന്റെ കയ്യിലുണ്ട്, ആ തെളിവൊക്കെ ഞാൻ കൊണ്ട് കാണിക്കണമെന്ന് നോക്കുമ്പോൾ ഡീനും പറഞ്ഞടി ചെങ്ങാണെങ്കിൽ അവനെ അടിക്കാൻ വരുമ്പോഴത്തേക്കും നീ അങ്ങനെ കൂടുതൽ വല്യാളാവാൻ നോക്കണ്ട, ഞാൻ നിനക്ക് 3 ദിവസം ടൈം വരും, അതിനുള്ളിൽ നല്ലൊരു തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞ അവൾ അങ്ങ് പോയതും ഈ ചെങ്ങിനാണെങ്കിൽ ആ പോലെ ടെൻഷൻ ആവട്ടോ, അതുകൊണ്ട് ആരെയും വിളിച്ചിട്ട് നിനക്ക് ഞാനൊരു പണി തരാം എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം മിൻഹു ആണെങ്കിൽ ചെങ്ങിന്റെ അടുത്ത് വന്നിട്ട് പറയുക, ഞാൻ ഇവിടുന്ന്
തുടർന്ന് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സായിട്ട് ഒരു ടീമായിട്ടാണ് ഇനി പ്രവർത്തിക്കുക. ആ ടീമിൻ്റെ ഉള്ളിൽ നീ ഒരു കാര്യത്തിനും വന്നേക്കരുത്. പ്രത്യേകിച്ച് ആ ഷിഫ, അവൻ ഞങ്ങളുടെ ടീമിൻ്റെ ഉള്ളിൽ വരാനേ പാടില്ല. അതുപോലെ തന്നെ നിനക്ക് എന്തെങ്കിലും പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അതിനകത്തോട്ട് വലിച്ചഴിക്കാൻ നോക്കണ്ട. ഞാൻ എൻ്റെ AI പ്രൊജക്റ്റ് മാത്രമേ നോക്കുള്ളൂ. വേറെ ഒരു കാര്യത്തിൽ ഞാൻ തലയിടാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഓക്കെ, നീ എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് സമ്മതമാണ്. കാരണം എന്താണെന്ന് നിനക്ക് അറിയാൻ നോക്കിയപ്പോൾ റീസൺസ് ഒന്നും എനിക്ക് അറിയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും. അതേസമയം ഷൂയി ആണെങ്കിൽ അവളുടെ വീട്ടിനുള്ളിൽ കയറുമ്പോഴത്തേക്കിനും അവിടെ ഉള്ളതൊക്കെ ആണെങ്കിൽ ആരാണ്ടൊക്കെ വലിച്ചു വാരിയിട്ടേക്കുക. പൊരഞ്ഞിട്ട് എന്തോ സാധനം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്കാണെങ്കിൽ രണ്ടുപേരും വരുന്ന സൗണ്ട് കേട്ടത് ഷൂയി ആണെങ്കിൽ പെട്ടെന്ന് എന്തോ സാധനം എടുത്ത് അവനിട്ട് അടിക്കുന്നുണ്ട്. അത് വേറെ ആരും അല്ലായിരിക്കും, നമ്മുടെ ഷെന്നായിരിക്കുവേ. ഓഫീസിൽ അതേസമയം മേമയുടെ അടുത്ത് ഷിഫ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഇത്രയും നാള് സൈലന്റ് ആയിരുന്ന മേമയാണെങ്കിൽ മിനിഹുവിന്റെ ഉപദേശം കേട്ടിട്ട് അവള് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുക, മേലെ ഇനി എന്റെ അടുത്തേക്ക് വന്നേക്കില്ല, എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, മാറി നിക്കടാന്ന് പറയുമ്പോഴത്തേക്കിനും ഓ നിനക്ക് ഇവിടെ നിന്ന് ഇത്ര ധൈര്യം വന്നു പറഞ്ഞിട്ട് ഷിഫയാണെങ്കിൽ വീണ്ടും ഇവളുടെ അടുത്തോട്ട് വരുന്ന കണ്ടത് മെനിഹയാണെങ്കിൽ അവിടെ നിന്ന് ഒരു അമ്പെടുത്ത് അവനിട്ട് ഒരു ഏറും കൊടുത്തിട്ട്, നിനക്ക് ഇതുവരെ അറിഞ്ഞില്ലേ, ചെങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നീ ഒരു കാര്യത്തില് സംസാരിക്കാനോ ഇടപെടാനോ വരില്ല, അതുകൊണ്ട് മാറി നിൽക്കുന്ന പറയുമ്പോഴത്തേക്കിനും എന്ത് ചെങ്ങ് പറഞ്ഞു അവനെ ഒന്ന് ഞാൻ കാട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ഷൂയുടെ വീടെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് ആ ചെങ്ങിന്റെ പണിയായിരിക്കും കേട്ടോ. ഹീറോ ഒക്കെ ഇവളെ കണ്ട് സംസാരിക്കാൻ വന്നതായിരുന്നു ഈ വീട്ടിന്റെ അകത്ത്. അവനെ ഡോറൊക്കെ തുറന്നുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഷൂയി ആണെങ്കിൽ തെറ്റിദ്ധരിച്ച് കാണും ഇവരെ കയറിയെന്ന് കേട്ടോ. അതൊക്കെ ഇപ്പൊ മാറിക്കിട്ടി. എന്നിട്ട് ഷൂയി ഇപ്പൊ അവന്മാരോട് എന്താ പറയുന്ന വെച്ചാ, നിങ്ങളിപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നത് എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. അതെന്തായാലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഹെൽപ്പും എനിക്ക് വേണ്ടത് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ നിനക്ക് തന്നെ അറിയാലോ നിന്റെ ഇപ്പത്തെ അവസ്ഥ, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഞങ്ങൾ നീ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പുതിയൊരു സ്ഥലം തന്നെ ഏർപ്പാടാക്കി. നീ ഇനി ഇവിടെ താമസിച്ചാൽ മതി, ആരും തന്നെ നിന്നെ ഉപദ്രവിക്കില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോവുകയും ചെയ്യും. ഷൂയി ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ചെങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്ത് അവസാനം അവൻ എന്നെ തേക്കുമല്ലായിരുന്നോ, ഇവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്താലോ എന്ന്. അതേസമയം ഹീറോയിൻ ആണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തനിച്ചു പോകുമ്പോഴത്തേക്കിനും ചെങ്ങ് അവിടേക്ക് വരുക. എന്താ മിനിഹ ഒറ്റയ്ക്കാണോ, ഞാൻ നിന്നെ കൊണ്ടുവിടണമെന്ന് വെക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ മിനിഹുവിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് നിനക്കെന്താ ഇത്ര അഹങ്കാരം, ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിയും വലിയും നടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഹീറോ അടിക്ക് വന്നിട്ട് അവനെ തള്ളി മാറ്റുക. നിനക്ക് എന്താണ് എന്റെ വൈഫിന്റെ അടുത്ത് കാര്യം, മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിപ്പോകും പറഞ്ഞിട്ട് ചെങ്ങാണെങ്കിൽ എവിടെ നട കറക്റ്റ് ടൈമിൽ നീ വരുന്നതെന്ന് എനിക്ക് അറിയാത്തതെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും. നീ ഓക്കെയല്ലേ മിനിഹുന്ന് വെക്കുമ്പോഴത്തേക്കിനും ഓ ഇതൊക്കെ എപ്പോഴും നടക്കുന്നേല്ലേ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവൻ അങ്ങ് പോവുകയും ചെയ്യും. അതേസമയം മേമയാണെങ്കിൽ നൈറ്റ് ടൈം ആണെന്ന് പോലും നോക്കാതെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ഷിഫയാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ അവിടേക്ക് കയറി വരും കേട്ടോ. മേമയെ രക്ഷിക്കാൻ ഇത്രയും നാളെ മിനിഹു ഉണ്ടായിരുന്നെങ്കിലും ആ ഓഫീസിൽ വേറെ ആരും തന്നെയില്ല. ഇവന്റെ കയ്യില് നമ്മുടെ മേമയാണെങ്കിൽ ശരിക്കും പെട്ടുപോകുന്നുണ്ട് ഈ പ്രാവശ്യം. ഹീറോയിന്റെ അടുത്താണെങ്കിൽ ഷെന്നിവിടെ നിനക്ക് ബോക്സിംഗ് ഒക്കെ അറിയാവുന്നല്ലേ, അവനായിട്ട് നാലെണ്ണം കൊടുത്താൽ പോരായിരുന്നു നോക്കുമ്പോ നീ ഇപ്പോ ഒരു 2 മിനിറ്റ് വൈകി എത്തുന്നെങ്കിൽ അവനിപ്പോ ഹോസ്പിറ്റലിൽ എത്തിയേനെ, ഞാൻ എന്തായാലും അവനെ അടിച്ചേനെന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ പിന്നെ എനിക്കിതിനെ പറ്റി അറിയില്ല, അവൻ എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടേ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഹീറോയിൻ പെട്ടെന്ന് അല്ല ഷെന്നെ, നീ എന്തേലും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ, നിന്റെ സ്വഭാവമൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയ പോലെ എന്ന് പറയുമ്പോ നിനക്കിപ്പോ എന്നെ തന്നെ സംശയമാണോ നോക്കുക. അങ്ങനെയല്ല, എന്തോ എന്നിൽ നിന്ന് മറിച്ചു വെക്കുന്ന പോലെ എന്തോ ഒരു വ്യത്യാസം നിന്നിൽ കാണാന്ന് പറയുമ്പോ എന്റെ രാജകുമാരിയെ എടുത്തുനിന്ന് ഞാൻ എന്റെ ഒളിപ്പിച്ചു വെക്കുമെന്നൊക്കെ അവന് പറഞ്ഞോടിക്കുമ്പോ എന്റെ പൊന്നു നിർത്തി ഇങ്ങനത്തെ ക്രിഞ്ച് അടിക്കലേന്ന് പറഞ്ഞോടിക്കുമ്പോ മേമയാണെങ്കിൽ വിളിക്കുക. അവള് പറഞ്ഞത് കേട്ടതും ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ഷെന്നിനെയും കൂട്ടിക്കൊണ്ട് മേമേനെ കാണാൻ വേണ്ടി വന്നേക്കുക. ഇങ്ങനെയൊന്നും നടക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു മേമേ, നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുക, എന്നാലും ഈ ഷിഫേനെ പോലെയുള്ളവന്മാർക്ക് എന്തെങ്കിലും ബുദ്ധി വരത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും മേമയ്ക്കാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ എന്തോ പോലെ തോന്നുക. നീ ഇതിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇത് തന്നെയാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും പറ്റിയത്. എന്നെ അവിടെയുള്ളവൻ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ കംപ്ലൈന്റ് ചെയ്തു, എന്നിട്ട് അവിടെയുള്ളവരൊക്കെ എന്റെ മേലെ തെറ്റെന്ന് പറഞ്ഞ് എന്നെ ജോലിയിൽ തന്നെ പറഞ്ഞു വിട്ടു. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല, നീ എന്തൊരു കംപ്ലൈന്റ് ചെയ്യണം, നിനക്കല്ലേ ന്യായം കിട്ടേണ്ടത്. നിന്നെ ദ്രോഹിച്ചവനൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയുമ്പോൾ നീ എന്തിനിങ്ങനെ വിഷമിച്ച് നാണിച്ചിരിക്കുന്നത്, അവന്മാരാണ് ശരിക്കും നാണം കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറെ ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ ഷെന്നിനും കൂട്ടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും ഷെന്നും പറയുക, എന്നാലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ എന്ത് പാവങ്ങളല്ലേ, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ആദ്യം തന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കണം. ഇന്നേ വരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ
എത്രയൊക്കെ മോശപ്പെട്ടവന്മാര് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചില നല്ലവരായിട്ടുള്ളവരുണ്ട് ഗുവേനെ പോലെ എന്ന് പറയുമ്പോ ഷെണ്ണാണെങ്കിൽ എന്ത് കുവേനെ പോലെയുള്ളവരാ. അപ്പൊ എന്നെ പോലെയുള്ളവനൊന്നും നീ കണ്ടിട്ടില്ലേ നോക്കി പതിക്കലും അയ്യോ ഞാൻ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞത് നീയും അങ്ങനെ നല്ലൊരാളാ എന്നൊക്കെ പറയാട്ടോ. ഇപ്പൊ അടുത്ത ദിവസം ആ ഷിഫയാണെങ്കിൽ പതിവ് പോലെ എല്ലാവരോടും ആണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ടീം മെമ്പേഴ്സായിട്ട് മിണ്ടാൻ പാടില്ലെന്ന്, നീ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് പോലെയെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അടിക്കുക കേട്ടോ. ഇവളടിക്കുന്ന കണ്ടതും അവിടെയുള്ള എല്ലാവർക്കും ആണെങ്കിൽ ധൈര്യം വരുക. അവനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് എവിടുന്നോ പോലീസ് വരുക. ഷിഫയാണെങ്കിൽ നല്ലവനെ പോലെ പെട്ടെന്ന് വാ പോലീസ്, ഇവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോവുക, ഈ പെണ്ണ് എന്നെ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മിൻഹുവിന്റെ മേലെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ മേമ അവിടെ വന്നിട്ട് ഇവനെ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് ഷിഫനെ കാണിച്ചു കൊടുക്കുക. ഇത് കേട്ടത് മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഷിഫനെ ഒരുമാതിരി നോക്കുമ്പോൾ ഷിഫ വരെയാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല മാഡം, ഇവളൊക്കെ ചുമ്മാ പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മേമയാണെങ്കിൽ അവളെ ഇന്നലെ ഇവനാണെങ്കിൽ ദ്രോഹിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മേമ എത്ര മാത്രം കരയുന്നതിന് നിലവിളിക്കുന്നതിന് എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ കേൾപ്പിച്ചു കൊടുത്തതും പോലീസുകാർക്ക് മനസ്സിലായി ആരാ തെറ്റുകാരെന്ന്. അതുകൊണ്ട് ഷിഫേനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. പോരാഞ്ഞിട്ട് മിൻഹുവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം കുറച്ചു മുമ്പല്ലേ ഇവനെ അടിച്ചോണ്ടിരുന്നത്, ആ പേര് പറഞ്ഞാണ് അവളെയും പോലീസുകാർ കൊണ്ടുപോകുന്നത്. അതേസമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഗുവേനെ കൂട്ടിക്കൊണ്ട് ഒരു ഷോപ്പിലോട്ട് വന്നേക്കുക. മിനിക്കിന് വേണ്ടിയിട്ട് റിങ് വാങ്ങാനാ തോന്നുന്നു. കുവയുടെ കൈയാണ് ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ കൈയളവ് എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് അവിടെയുള്ള സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഇവന്മാരെ രണ്ടിനും തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഗുവ ഇത് കണ്ടത് നീ കണ്ടുപിടിച്ചില്ലോ എന്ന് ഇത്രയും പെട്ടെന്ന് പറയുമോ നോക്കിയപ്പോഴത്തേക്കിനും അവനെ ആ കണ്ടുപിടിച്ചതാ ഇവന്റെ ഈ വിരലിന്റെ അത്ര സൈസിലുള്ള ഒരു റിങ് എടുത്തോ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഷെന്നിനാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താ പറഞ്ഞതെന്നറിയില്ല. അവൻ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് തരാം. അതുവരെ ബൈ ബൈ.